ഒന്ന് 10 കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ, 10 കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ചൊരു സർക്കാർ എലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു. അതിൽ നിങ്ങൾ പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നോക്കൂ, എലക്ഷൻ സമയത്ത് എലക്ഷൻ്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം 17C അപ്രൂവ് ചെയ്യാനും ഒരു രീതിയുണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും ഇലക്ഷൻ ഡെമോക്രസിയിലും. ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ എലക്ഷൻ പെറ്റീഷൻ മാർഗമുണ്ട്, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. അവർ പോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക, അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക. അതല്ല ചെയ്യേണ്ടത്. ഇത് ഒരു കൃത്യമായ ഇലക്ഷന് സമയം 2 മാസം ഇനി ഇലക്ഷൻ ഉണ്ട്. അതിന് മുമ്പ് 1.5 കൊല്ലം കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിജീൻ്റെ 70,000 വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജീൻ്റെ ഇലക്ഷൻ ഇന്ന് എങ്ങനെയാണ് ഒരു വിവാദം? അപ്പോൾ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ശ്രമം, ഞാനിത് 1.5 മാസം മുമ്പേ പറഞ്ഞതാണ്. ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും. അതാണ് ഇന്ന് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ജെന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, കോർട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ. അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സ്മാരെല്ലാം, അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ. അതൊന്നും ചെയ്യില്ല. ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക, നുണ പറഞ്ഞിങ്ങനെ നടക്കുക, ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം. ഞാൻ എൻ്റെ തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റ് പുറത്ത് വെച്ച് സ്ക്രൂട്ടിനിക്ക് തന്നപ്പോൾ 65,000 വോട്ട് ഞങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചില്ലേ? അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അത് അവരുടെ അവകാശമാണ്, അവരുടെ ഒരു കടമയാണ്. ഞാൻ ഇതിൻ്റെ മെറിറ്റിൽ പോകുന്നില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ, നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത്? അത് കോർട്ടുമുണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്. അവിടെ പോയി പരാതി കൊടുക്കുക. ഇതെന്തിനാണ് മീഡിയന് മുമ്പിൽ വന്ന് ഓരോരോ? അല്ല, ഞാനല്ലല്ലോ പോണ്ടത്. അല്ല, നോക്കൂ, നമ്മൾ തമ്മിലൊരു ആരോപണം ഉയരുമ്പോൾ അതിന്റെ മെറിറ്റിലേക്ക് അല്ല, ഇത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. ഞാൻ പറഞ്ഞത് കൃത്യമായി സത്യമാണ് പറഞ്ഞത്. ഇതിൽ പോളിറ്റിക്സ് ചെയ്യുന്നതും രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നത് ഇന്ത്യ അലയൻസിന്റെ പാർട്ടികളല്ലേ? നോക്കൂ, ആരോപണത്തിന്റെ ഈ രാഷ്ട്രീയം നമ്മളിപ്പോൾ ആദ്യത്തെ തവണയാണ് കാണുന്നത്, കേൾക്കുന്നത്. തെളിവുകൾ നോക്ക്. ഞാൻ കൃത്യമായിട്ട് ഇന്ന് പറയുന്നു, ദയവായി നിങ്ങൾ കൺക്ലൂഡ് ചെയ്യരുത് ഒന്നും. ആരോ എന്തോ മുമ്പിൽ വെച്ചിട്ടുണ്ട്, അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ സെറ്റപ്പിൽ, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, ഒരു കോർട്ടുണ്ട്. അവിടെ പോയി പരാതി കൊടുക്കട്ടെ. എന്താ കൊടുക്കാത്തത്? എന്താണ് അവർ? എന്തിനാണ് ഈ പബ്ലിക് ഒപ്പീനിയനിൽ പുറത്ത് വന്ന് പകുതി നുണയും പകുതി സത്യവും മിക്സ് ചെയ്തിട്ട് ഒരു പ്രൊപ്പഗൻഡ ചെയ്യുന്നത്? അല്ല, ഞാൻ നോക്ക്, എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയും. ഞാൻ ഇതാണ് പറയുന്നത്. ഇതിൻ്റെ മെറിറ്റിൽ എനിക്ക് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും കഴിവില്ല. ഇതിന് കഴിവ് ഇലക്ഷൻ കമ്മീഷൻ, കോർട്ടിലാണ്. അവർ ചെയ്യുക, അവരെ പോയി പരാതി കൊടുക്കുക. നിങ്ങളെല്ലാവരും അത് ചെയ്യേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന നിലയിൽ താങ്കളോട് ചോദിക്കട്ടെ, പറയും. ഒരു മണ്ഡലത്തിൽ 6 മാസം സ്ഥിരതാമസമാക്കിയവർക്കാണ് അവിടെ വോട്ട്. അവിടെ സ്ഥിരതാമസമല്ലാത്ത ഒരാൾ മറ്റൊരു മണ്ഡലത്തിൽ താമസിക്കുന്നയാൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പോയി അവിടെ മറ്റൊരു മണ്ഡലത്തിൽ പോയി വോട്ട് ചേർക്കുന്നു. അതിൽ തന്നെ ഒരു ഫ്ലാറ്റിൽ, ആ ഫ്ലാറ്റിന്റെ ഉടമ പോലും അറിയാതെ 9 വോട്ടുകൾ ചേർക്കപ്പെടുന്നു. ഇത് ഒറ്റ നോട്ടത്തിൽ, താങ്കൾ ഒട്ടേറെ കാലത്തെ അതല്ലേ ഇഷ്യൂ. ഒറ്റ നോട്ടത്തിൽ അതിലൊരു ക്രമവിരുദ്ധത താങ്കൾക്ക് കാണാൻ കഴിയുന്നു? എനിക്ക് ഇങ്ങനെ ഒരു ക്രമവിരുദ്ധം ഒന്നും കാണുന്നില്ല. കാരണം ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചുമതല കൊടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, 2 ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവരാണ് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത്. നോക്കൂ, ആരോപണമാണ് വരുന്നത്. അവർ ബിജെപിക്ക് വേണ്ടി ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നു. കാരണം ഇപ്പോൾ അതൊരു ആരോപണമല്ല, അത് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ
2014 മുതൽ ഇന്ന് വരെ എത്രയോ ആരോപണം മുമ്പോട്ട് വെച്ചിട്ടില്ലേ? എല്ലാം പൊളിഞ്ഞില്ലേ? ഇതിൻ്റെ 4 ദിവസം മുമ്പേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ അതും പൊളിഞ്ഞു. അതിന് മുമ്പ് റഫായലിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആരാണ്? രാഹുൽ ഗാന്ധിയല്ലേ പറഞ്ഞ്. അതിന് മുമ്പ് ജസ്റ്റിസ് ലോയിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതിനെക്കുറിച്ച് EVM കുറിച്ച് സംസാരിച്ചില്ലേ? എന്താണ് ഇപ്പോൾ EVM മറന്ന് ഇപ്പോൾ ഇലക്ട്രൽ റോൾ ഒരു ഇഷ്യൂ ആക്കിയിരിക്കുന്നത്? ഇതിനെല്ലാം നമ്മളെ പൊളിറ്റിക്കലും ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുമ്പ് പോയി തെളിവ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെൻറ്റിൻ്റെ പോക്കറ്റിലാണെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കോർട്ടുണ്ട്, ഒരു അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ ഉണ്ട്, അവിടെ പോയി പരാതി കൊടുക്കട്ടെ. എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല? നിങ്ങൾ നോക്ക്, നിങ്ങളാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഗുരുതരമായ ഇഷ്യൂ ആണ്, ഇത് തെറ്റാണ്. നിങ്ങൾ കൺക്ലൂഡ് ചെയ്താൽ ഞാൻ എന്ത് പറയണം? ഞാൻ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്? നിങ്ങൾ താമസിക്കുന്ന ഒരാള് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പോയി തൃശ്ശൂരിൽ വോട്ട്. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു, ഞാൻ ഇവിടെ ഇപ്പോൾ വോട്ടറായി. അത് തെറ്റാണോ? അപ്പോൾ അതിൻ്റെ അത് എപ്പോൾ നോക്കി എന്നെ എങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെയല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക. അതിൽ ഞാൻ അതിന് പങ്കാളിയാവാൻ പോകുന്നില്ല. ഞാൻ നോക്കൂ, ഇത് ഞാൻ നിൽക്കൂ, എന്നോട് ചോദിക്കരുത്. അത് നിങ്ങളൊരു കൺക്ലൂഷൻ തെളിവെന്നപ്പോൾ അങ്ങനെ തെളിവുണ്ടെങ്കിൽ കോർട്ടിൽ പോവുക. എന്താണ് നിങ്ങൾക്ക്? അല്ല, കോർട്ടിൽ പോകുന്നു. അല്ല നിങ്ങൾ ഇത് തീരുമാനിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ. അല്ല, നിങ്ങൾ കോർട്ടാണെങ്കിൽ പിന്നെ നമുക്ക് കോർട്ട് പൂട്ടി വെക്കാം. അല്ല ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. രാഷ്ട്രീയ നേതാവെന്ന് ആ ലെവലിൽ ഞാൻ ഡ്യൂ റെസ്പോൺസിബിലിറ്റി ഉള്ളതല്ല പറയേണ്ടത്. ഞാൻ പറയുന്നത് എന്താണ്, ഇത് ചെയ്യേണ്ടത്, ഇത് തീരുമാനിക്കേണ്ടത് കോർട്ടും ഇലക്ഷൻ കമ്മീഷനാണ്. അതിനേക്കാൾ കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത്? ജനങ്ങളോട് ഇതാണ് പറയേണ്ടത്. ഇത് നിങ്ങളും അതാണ് പറയേണ്ടത്. ഇങ്ങനെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അത് കൺക്ലൂഡ് ചെയ്യേണ്ടത്. അതൊരു കോർട്ട് പ്രോസസ്സ് ഉണ്ട്. ഇന്നസെന്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നസെന്റ് ടിൽ പ്രൂവൺ ഗിൽറ്റിൻ്റെ അർത്ഥം ഒരു കോർട്ട് ആ പരാതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ എന്താണ് കറക്റ്റ്നെസ് അത് അവർ തീരുമാനിക്കും. അത് സുരേഷ് ഗോപിയോട് ചോദിക്കണം. അത് എന്നോട് ചോദിച്ചൊരു കാര്യമില്ലല്ലോ. അല്ല, 70,000 വോട്ട് കൊണ്ട് ജയിച്ചൊരു സുരേഷ് ഗോപിയോട് 6 വോട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ 6-5 വോട്ട് അല്ല 10 വോട്ടായിക്കോട്ടെ, 70,000 വോട്ടല്ലല്ലോ. 70,000 വോട്ട് എണ്ണിയിട്ടുള്ളൂ. നോക്ക്, ഇതല്ല ഞാൻ പറയുന്നില്ലേ, നിങ്ങൾ ഒരു ട്രാപ്പിൽ പെഴുതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. 2 മാസം ഇനി ഇലക്ഷൻ ഉണ്ട്. 10 കൊല്ലം ഇവരൊന്നും ചെയ്തിട്ടില്ല. 1.5 കൊല്ലം കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട്. ഇപ്പോഴാണ് ഇവർക്ക് ഒരു ഐ ഓപ്പണിങ്. ഇതുവരെ ഒന്നും ഈ ഇഷ്യൂ ആയിരുന്നില്ലേ? ഇലക്ഷൻ എപ്പോഴാണ് കഴിഞ്ഞ്? May 24 ഐ ഓപ്പൺ അല്ല. അത് നിങ്ങൾ പറയുന്നു. എന്തിനാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്? ഒന്നും മനസ്സിലാക്കണ്ടേ? അങ്ങനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു. എൻ്റെ ഭഗവാനെ, ഒന്നും പറയല്ലേ. ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തെറ്റ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പിൽ ഒരു കോർട്ട് പ്രോസസ്സ് ഉണ്ട്. ഇന്നസെന്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് എല്ലാം തീരുമാനിക്കേണ്ടത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ജയിലിൽ എന്താ ഇല്ലാത്ത? നാഷണൽ ഹെറാൾഡ് സ്കാം നമ്മൾ കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ജയിലിൽ ഇരിക്കാത്തത്? ഒരു കോർട്ട് പ്രോസസ്സ് ഉണ്ട്, അത് ചോദിക്കൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധി അഴിമതി നടത്തി പറയുന്നു. അത് നിങ്ങൾ പറയൂ. അതല്ല കോൺഗ്രസ് അതല്ല ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ അഴിമതി ആരോപിക്കാതിരിക്കാം എന്ന് BJP പറയുന്നുണ്ട്. ഇല്ല, ഞാൻ പറയുന്നുണ്ട് അഴിമതി ഞങ്ങൾ അക്യൂസ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇത് വലിയ ഓവർ സ്മാർട്ട് നോക്ക്. കോടതിയിൽ ഒരു വിഷയം തീർപ്പാകുന്നത് വരെ താങ്കൾ എല്ലാ വിഷയത്തിലും പ്രതികരിക്കും. അതെ, അതുകൊണ്ടല്ല അപ്പോൾ ഈ ജയിലിൽ പോകാത്ത. അല്ല, നിങ്ങൾ എന്താണ് പറയുന്നത്? രാഹുൽ ഗാന്ധി അതിന് മറുപടിയും പറയേണ്ടി വരുന്നില്ലേ? അതേപോലെ തന്നെ ഈ വിഷയത്തിൽ നോക്കൂ, ഞാൻ പറയുന്നത് ആരോപണം രാഹുൽ ഗാന്ധി ഇന്ന് ആദ്യമായിട്ടല്ല പറയുന്നത്. ആരോപണം എത്രയോ കൊല്ലമായിട്ട് ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അത് ഇന്ന് സത്യമായി എന്ന് നിങ്ങൾ പറയണ്ട.
ഞങ്ങൾ പറയുന്നു രാഹുൽ ഗാന്ധി ഒരു അഴിമതിൻ്റെ ഒരു മാസ്റ്റർ ഹീറോ ആണെന്ന്. അത് കോർട്ട് പറയും. ആ അതാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഇതെല്ലാം ഞാനിത് 1.5 മാസം മുമ്പേ പറഞ്ഞതാണ്. നിങ്ങൾ കേട്ടോ കേട്ടില്ലെന്ന് എനിക്കറിയില്ല. ഈ എലക്ഷൻ വരുന്ന ഈ ക്ലോസായി വരുമ്പോൾ ഇങ്ങനത്തെ നാടകങ്ങൾ ഇനിയും ഉണ്ടാവും. അവർക്ക് ഈ 10 കൊല്ലം എന്തു ചെയ്തു എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ അവർക്കൊരു ആഗ്രഹം. അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്, അവരുടെ ഒരു രീതിയാണ്. അപ്പോൾ സുരേഷ് ഗോപി 1.5 കൊല്ലം മുമ്പേ എലക്ഷൻ ജയിച്ചില്ല എന്ന് ലെഫ്റ്റ് പറയുന്നു. ഓക്കെ, പറയട്ടെ. പക്ഷേ ഞങ്ങളതിൽ ആ ട്രാപ്പിൽ എന്തിനാണ് പെടുന്നത്? ഇല്ല, അത് നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി. എനിക്കങ്ങനെ ഞാൻ കഴിഞ്ഞില്ല. എല്ലാം നുണയും ഞാൻ ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് അങ്ങനെ ഒരു കടുമയൊന്നുമില്ല. അല്ലെന്ന് രാഹുൽ ഗാന്ധി ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം നുണയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ജസ്റ്റിസ് ലോ റഫാലാണോ EVM ആണോ ഇതെല്ലാം നമ്മൾ തെളിവ് മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ. ഇതും പൊളിയും, പേടിക്കണ്ട. അല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഇതും പൊളിയും. അല്ല നോക്ക്, അതിൽ അവർ കൃത്യമായ ചില തെളിവുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഡാറ്റയും തെളിവുകൾ എന്തുകൊണ്ട് BJPക്ക് മുന്നോട്ട് വെക്കാൻ അത് വെക്കേണ്ട സമയത്ത് അവർ ചെയ്യും. അല്ല, ഇപ്പൊ നിങ്ങളുടെ ടൈം ലൈനാണോ ഞങ്ങൾ വെക്കുന്നത്? അത് കോർട്ട് പറഞ്ഞാൽ ഈസി പറഞ്ഞാൽ അത് വെക്കും. ജനങ്ങൾക്ക് മുന്നിൽ വെക്കണ്ടേ? അല്ല, ആ പ്രോസസ്സ് ജനങ്ങളുടെ മുമ്പിലാണ് ഈ ആരോപണങ്ങൾ വരുന്നത്. അപ്പൊ പിന്നെ എന്തിനാ കോർട്ട്? ജനങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ ഒരു അല്ല, അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഞാൻ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ ഒരു അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം ഇത് ഈ നാട്ടിലും ഈ രാജ്യത്തിലും ഒരു പ്രോസസ്സ് ഉണ്ട്. പ്രോസസ്സ് പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റമിൽ ഒരു പ്രോസസ്സ് ഉണ്ട്. അതിൽ കോർട്ട്സ് ഉണ്ട്, EC ഉണ്ട്, മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ നോട്ടീസ് അയക്കുമ്പോൾ നമ്മൾ അത് റെസ്പോണ്ട് ചെയ്യുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ട് ചാടണോ അതിൽ? അതെപ്പോഴാണ്? ഇത് എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എത്ര തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 11 കൊല്ലം ഈ ഒരു പ്രശ്നം എത്ര തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ലോയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റഫാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, EVM കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി പറയുന്നത് പച്ച നുണയാണെന്ന് ഞാൻ ഇന്ന് പറയുന്നു. അതിൽ ഒരു ഗുരുതര ആരോപണമല്ല. അത് അവരുടെ ഒരു തന്ത്രമാണ്, അവരുടെ ഒരു രാഷ്ട്രീയമാണ്. ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അവരുടെ B ടീമാണ് CPM. ഞാൻ കൃത്യമായി എന്ന് പറയുന്നു. അത് പ്രിന്റ് ചെയ്തു.